ഹലോ കൂട്ടുകാരെ, ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് ഒരു ബബിൾ മാട്രസ് ലൈഫ് കെയർ എന്ന കമ്പനിയുടെ എയർ ബെഡ് ഉണ്ടല്ലോ, രോഗികളൊക്കെ കിടത്തുമ്പോൾ അവർക്കൊരു എയർ ബെഡ് ഉണ്ടല്ലോ, ആ എയർ ബെഡിന് വേണ്ടിയിട്ടുള്ള ഒരു എയർ കംപ്രസറാണ്, ചെറിയൊരു കംപ്രസറാണത്. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അതിന് 2 ട്യൂബുണ്ട്, 2 ട്യൂബിലൂടെയും എയർ വരും. ഓക്കെ, അപ്പോൾ ആക്ച്വലി എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ട്യൂബിൽ എയർ വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്കത് റിപ്പയർ ചെയ്യാം. ഓക്കെ, ഇത് മുമ്പൊരിക്കൽ നമ്മൾ കാണിച്ചിട്ടുണ്ടോയെന്നറിയില്ല, മുമ്പൊരിക്കൽ റിപ്പയർ ചെയ്തിട്ടുണ്ട് ഈ സാധനം. ഇതേ മോഡൽ വേറെ സാധനം. ഇതിൽ 2 മോട്ടറാണ് വരുന്നത്. ഒന്ന് എയർ കംപ്രസർ, ഒന്ന് ഇതിൻ്റെ നമ്മളെ സാധാരണ വാൾ ഫാനൊക്കെ പണ്ട് കാലത്ത് വന്നിരുന്ന ഒരു സ്ലോ RPM മോട്ടറുണ്ട്. ഇതിൻ്റെ RPM വളരെ കുറവ്, ഒരു 3 മിനിറ്റിലൊക്കെ 2 മിനിറ്റിലും 2-2.5 മിനിറ്റിലൊക്കെയാണ് ഒരു RPM കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു RPM ഉള്ളൊരു മോട്ടർ ഇതിനകത്തുണ്ട്. അപ്പോൾ ആ RPM ആണ് ഇത്. 2 നിരകളായിട്ടാണ് ഇത് എയർ ബെഡിലോട്ട് കയറ്റുന്നത്. ഓക്കെ, ഒന്നര വെട്ടുള്ള 2 അറകളായിട്ടാണ് കയറ്റുന്നത്. ആ ഒരു അറയിൽ കയറ്റുന്ന ഒരു ഹോള്, വേറൊരു അറയിൽ കയറ്റുന്ന ഒരു ഹോളുമാണിത്. അപ്പോൾ ഇതിൽ ഒരു ഹോളിൽ നമ്മൾ എയർ വരുന്നില്ല. അപ്പോൾ നമുക്ക് ഇത് അയച്ചു നോക്കാം എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്നുള്ളത്. ഓക്കെ, അതിന് ശേഷം ഞാൻ കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്ത് 4 സ്ക്രൂ ആണുള്ളത്. 1, 2, 3, 4. ഇതിൻ്റെ ബുഷിൻ്റെ ഉള്ളിലാണ് ഇതിന് സ്ക്രൂ ഉള്ളത്. അപ്പോൾ 4 സ്ക്രൂ നമ്മൾ ആദ്യം അയച്ചെടുക്കുക. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് ഇതിനകത്തുള്ളത്. ഈ നമ്മൾ അഡാപ്റ്ററുമായി കാണുന്ന ഈ സാധനമാണ് ഇതിൻ്റെ ചെറിയൊരു എയർ കംപ്രസറാണ്. ഇതിനകത്താണ് കംപ്രസറിൻ്റെ മോട്ടർ ഉള്ളത്. അത് നമുക്ക് കാണാൻ പറ്റില്ല, ഇത് പൊളിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഒരു ട്യൂബിലൂടെ എയർ വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്യൂബിലൂടെയാണ് എയർ വരാത്തത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമ്മളൊരു ഓസിലേഷൻ്റെ ഒരു മോട്ടർ ഇതിനെ താഴത്തുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടെന്നറിയില്ല. ഒരു ഓസിലേഷൻ്റെ മോട്ടർ, നമ്മൾ സാധാരണ വാൾ ഫാനും അല്ലെങ്കിൽ ടേബിൾ ഫാനൊക്കെ ഉണ്ടാകും, പഴയ കാലത്ത് വന്നിരുന്ന ഒരു ചെറിയ കുഞ്ഞു മോട്ടറാണ്, RPM കുറഞ്ഞൊരു മോട്ടർ. ഈ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ ടെസ്റ്റിങ്ങിൽ എനിക്ക് മനസ്സിലായത്. ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന കാര്യം വളരെ സ്ലോ ആയിരിക്കും. അപ്പോൾ അത് ശരിക്ക് ഒരു 3 മിനിറ്റ് വാച്ച് ചെയ്തെങ്കിൽ ഇതിൻ്റെ റൊട്ടേഷൻ മനസ്സിലാവുള്ളൂ. ഓക്കെ, വെറുതെ തിരിയുന്നില്ല എന്ന് മാറ്റിയിട്ട് കാര്യമില്ല. ഇതിൻ്റെ നമ്മൾ സീലിംഗ് ഫാൻ്റെ അത്രയും സ്പീഡിൽ അല്ല, നമ്മളെ ടേബിൾ ഫാനിൻ്റെ ഓസിലേഷൻ്റെ സ്പീഡ് പോലും ഇതിനില്ല. ഓക്കെ, അപ്പോൾ വളരെ കുറഞ്ഞ സ്പീഡിൽ ഇത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അത് 3 മിനിറ്റ് ഒന്ന് വാച്ച് ചെയ്തെങ്കിൽ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് കംപ്ലൈൻ്റാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാനിത് മാറ്റിയിട്ടിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന് മാറ്റാൻ വേണ്ടിയിട്ട് 2 സ്ക്രൂ ഈ സൈഡിലും 1 സ്ക്രൂ ഈ സൈഡിലും 1 സ്ക്രൂ ഈ സൈഡിലും ഉള്ളത് അയച്ചത് കിട്ടും. അത് ഞങ്ങൾ മാറ്റിയിടുന്ന വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല. ഈ മോട്ടർ ജസ്റ്റ് മാറ്റിയിട്ട് ഇതിന് ഒരു ക്ലിപ്പ് ഇവിടെ ഉണ്ട്. ഈ ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പിന്നുണ്ട്, ഈ മോട്ടറിൻ്റെ ഷാഫ്റ്റിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു പിന്ന്, അത് നമുക്ക് അയക്കാൻ കിട്ടും. ഓക്കെ, അയച്ചിട്ട് നമുക്ക് ഈ മോട്ടർ അയച്ചിട്ട് റീപ്ലേസ് ചെയ്ത് നോക്കാം. ഇവിടെ ഇത് അയക്കുമ്പോൾ ഇവിടെ ഒരു കമ്പി ഉണ്ട്. ഈ കമ്പി കളയരുത്, ഇത് അവിടെ തന്നെ ഫിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിൻ്റെ റൊട്ടേഷൻ ശരിയാവില്ല. അപ്പോൾ ഈ കമ്പി കളയരുത്. അപ്പോൾ ഞാനിത് അയച്ച് ഫിറ്റ് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ മാറ്റിയിട്ടിരിക്കണം. അത് ആ മോട്ടർ അവിടെ മാറ്റിയിട്ടുണ്ട്. ഇതെന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയെന്ന് വെച്ചാൽ ഈ സാധനം ഇങ്ങനെ തിരിയുമ്പോൾ ഈ 2 പൈപ്പിലോട്ടുള്ള എയർ സപ്ലൈ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഓക്കെ, ഇത് തിരിയാത്തതായിരുന്നു, ഇതൊരു സ്റ്റക്കായതായിരുന്നു ഇതിൻ്റെ പ്രശ്നം. അതായത് മോട്ടർ മാറ്റിയപ്പോൾ അത് ശരിയായി. അപ്പോൾ നമുക്കത് മാറ്റിയിട്ടിട്ട് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ.